കണ്ടോ, നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ലവണ്ണം ആ ഒരു ഏരിയ അങ്ങോട്ട് നന്നായിട്ട് ടാനൊക്കെ മാറിയിട്ട് നല്ലവണ്ണം ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും തന്നെ സേഫ് ആൻഡ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനും ഇവിടെ സേഫ് ആയിട്ട് ഇരിക്കുവാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു മേക്കപ്പ് ഇടാതെയാണ് വന്നിട്ടുള്ളത്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത്. പിന്നെ ഞാൻ മുടിയൊക്കെ കുറച്ചൊക്കെ ഒതുക്കിയൊക്കെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഇന്നൊരു ടാൻ റിമൂവൽ ഫേസ് പാക്ക് ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞാൻ പലതരം ടാൻ റിമൂവൽ ഫേസ് പാക്ക് യൂസ് ചെയ്യാറുണ്ട്. എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ള ഒരു ടാൻ റിമൂവൽ ഫേസ് പാക്ക് ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്. നമ്മുടെ ഫേസിനൊക്കെ ടാനൊക്കെ മാറ്റിയിട്ട്, വെയിലടിച്ചിട്ടുള്ള സൺ ടാനൊക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടെ സ്കിന്ന് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഇനിയും വരുന്ന വീഡിയോസിലൊക്കെ വേറെ ടാൻ റിമൂവൽ ഫേസ് പാക്ക് ഒക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. സോ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പം നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോവാം. പാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 സ്പൂൺ കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടി എന്ന് വെച്ചാൽ അറിയാലോ, നല്ല ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് അതേപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടും പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നല്ലപോലെ സഹായിക്കും. സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആക്കാനും വൈറ്റൻ ആക്കാനും വേണ്ടിയിട്ട് കാപ്പിപ്പൊടി നന്നായിട്ട് സഹായിക്കും. രണ്ടാമത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേനാണ്. തേൻ നമ്മുടെ സ്കിന്നിന് നല്ല ഹൈഡ്രേഷനും ഗ്ലോയും ഒക്കെ തരുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ആക്നെയൊക്കെ കുറയ്ക്കാനും ഹൈപ്പർ പിഗ്മെന്റേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് തേൻ നന്നായിട്ട് സഹായിക്കും. മൂന്നാമത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് റോസ് വാട്ടർ ആണ്. റോസ് വാട്ടർ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ 15 രൂപ മുതൽ കിട്ടുന്ന ഒരു ഐറ്റം ആണ്. അങ്ങനെ ഈ 3 ചേരുവകളും കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. നിങ്ങൾക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണോ പാക്ക് കിട്ടേണ്ടത് അതുപോലെ ഒന്ന് പാക്ക് ആക്കി എടുക്കുക. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് ചെറിയൊരു പേസ്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക്. 3 ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാനും ഗ്ലോ ആക്കാനും ബ്രൈറ്റൻ ആക്കാനൊക്കെ നല്ല രീതിക്ക് സഹായിക്കുന്ന 3 സാധനങ്ങളാണ് കാപ്പിപ്പൊടി, തേന്, റോസ് വാട്ടർ ഒക്കെ. അപ്പൊ ഇതാ നമ്മുടെ ഫേസ് പാക്ക് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡി ആയിരിക്കുവാണ്. ഞാൻ ഒരു ബ്രഷും കൂടെ എടുത്തിട്ടുണ്ട്. എന്റെ കയ്യിൽ ബ്രഷ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ബ്രഷ് എടുത്തത്. ബ്രഷ് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ബ്രഷിന് എത്രയാണ്, 50-80 രൂപ മറ്റേ ഉള്ളൂ. ലേഡി സ്റ്റോറിലൊക്കെ കിട്ടുന്നതായിരിക്കും ഇങ്ങനത്തെ ബ്രഷൊക്കെ, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനത്തെ ബ്രഷൊക്കെ കാണും. അപ്പൊ 80-50 രൂപയൊക്കെ ഉള്ളൂ ഇതുപോലത്തുള്ള ബ്രഷിന്. ആവശ്യമുള്ളവർക്ക് അങ്ങനെ വാങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ ഇങ്ങനത്തെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന ബ്രഷൊക്കെ കിട്ടും. അപ്പം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം. തികച്ചും നല്ലൊരു ഫേസ് പാക്ക് ആണിത്. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡി ആണിത്. സൺടാനൊക്കെ നന്നായിട്ട് മാറ്റും. അപ്പം നമുക്കിത് ഒന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. ഞാൻ ഓൾറെഡി എൻ്റെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് തുടച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കാൻ പോകുന്നത്, ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് ഒക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ എൻ്റെ ഫേസിൽ മാത്രമേ ഇട്ട് കാണിക്കുന്നുള്ളൂ, നെക്കിലേക്ക് ഇടുന്നില്ല. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നേരം നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്യാറ് കുളിക്കുന്നതിന് മുന്നേ ഒക്കെയാണ്. ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഞാൻ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാറ്. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നെക്കിൽ അപ്ലൈ ചെയ്യാത്തത്. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ നേരം വല്ലതും വീട്ടിലിടുന്ന ഡ്രസ്സ് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഫേസ് പാക്ക് ഒക്കെ ചിലപ്പോൾ ഒലിച്ചിറങ്ങി നമ്മുടെ ദേഹത്തോട്ടൊക്കെ വീഴും. അപ്പം എന്തെങ്കിലും അത്രയ്ക്ക് അടിപൊളി ഡ്രസ്സൊന്നും എടുത്തില്ല, നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഇട്ടാൽ മതി. അപ്പം നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. കാപ്പിപ്പൊടി എന്ന് പറഞ്ഞാൽ നല്ല ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ള ഒരു ഐറ്റം ആണ്. സോ നല്ല ആണ്. എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു കാപ്പിപ്പൊടി. നന്നായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് അപ്ലൈ ചെയ്താലും യാതൊരു കുഴപ്പവും ഇല്ല. നിമിഷ നേരത്തിനുള്ളിൽ നമ്മൾ ഭൂതത്തെ പോലെ ആകാൻ പോവുകയാണ്. അപ്പം കുറച്ചും കൂടെ നെക്കിലേക്ക് പോയി കേട്ടോ. അപ്പം ഈ ഒരു ഏരിയയിൽ മാത്രം ഞാൻ കുറച്ച് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നെക്കിലേക്ക് കുറച്ച് ഒഴുകി പോയായിരുന്നു.
ഞാൻ ഈ കണ്ണിൻ്റെ ഏരിയയിലും കൂടെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഡാർക്ക് സർക്കിൾസിനൊക്കെ നല്ലതാണ് കാപ്പിപ്പൊടി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ കണ്ണിൻ്റെ ഈ താഴത്തെ ഏരിയയിലൊക്കെ ഡാർക്ക് സർക്കിൾ മാറുകയും കൂടെ ചെയ്യും. ഇവിടെയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാലോ, നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ വെളുത്തിട്ട് മാറുമൊന്നുമില്ല. ഇതിപ്പം നമ്മുടെ സൺടാനൊക്കെ നന്നായിട്ട് കുറയ്ക്കും അപ്ലൈ ചെയ്തതിന് ശേഷം. എന്നാലും ഭയങ്കരമായിട്ട് വിളറി വെളുക്കൊന്നുമില്ല. എൻ്റെ സ്കിൻ ടോൺ എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് സ്കിൻ ടോൺ ആണ്. അതിൽ നിന്നും ഒരു 1-2 ഷെയ്ഡ് കൂടുതൽ ലൈറ്ററായിട്ട് നിൽക്കും. അത്രേ ഉറപ്പേ ഞാൻ തരുന്നുള്ളൂ. അല്ലാണ്ട് ഞാനിങ്ങനെ പുട്ടിയുടെ കളറൊന്നും ആകത്തില്ല ഉടനെ തന്നെ. അപ്പോൾ അതാ ഞാൻ എൻ്റെ ഫേസിൽ മുഴുവൻ തന്നെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു 15 മിനിറ്റോളം എൻ്റെ ഫേസിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. 15 മിനിറ്റത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഫോണിലൊക്കെ നോക്കിയിരിക്കുമോ, ബുക്സൊക്കെ വായിക്കുകയോ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യാവുന്നതാണ്. 15 മിനിറ്റും കൊണ്ട് ഇതൊന്ന് ഡ്രൈ ആയി കിട്ടും. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഫേസിൻ്റെ ഈ ഒരു വശം മാത്രം ഒന്ന് ഇപ്പം തന്നെ വാഷ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. ബാക്കിയൊക്കെ ഞാൻ വാഷ് ബേസിൽ പോയിട്ടേ വാഷ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എൻ്റെ ഫേസ് മുഴുവൻ വാഷ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. ഇത്രയും സൈഡ് മാത്രം ഞാനൊന്ന് വാഷ് ചെയ്ത് കാണിക്കാം. കണ്ടോ, നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ലവണ്ണം ആ ഒരു ഏരിയ അങ്ങോട്ട് നന്നായിട്ട് ടാനൊക്കെ മാറിയിട്ട് നല്ലവണ്ണം ബ്രൈറ്റ് ആയിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ആട്ടോ ഇത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെ. നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് നല്ലപോലെ മനസ്സിലാവാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കണ്ടു, ഇത്രയും ഭാഗം നല്ല രീതിക്ക് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. ടാനൊക്കെ നല്ലവണ്ണം മാറ്റിയിട്ട് ഫേസൊക്കെ നല്ലതായിട്ട് ഒത്തിരി നന്നായിട്ട് ബ്രൈറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കാപ്പിപ്പൊടിയും കൊണ്ടുള്ള ഫേസ് പാക്കുകളാണ്. കാപ്പിപ്പൊടി എന്ന് പറഞ്ഞാൽ നല്ലതാണ്, നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൻ ആക്കാനും അതുപോലെ തന്നെ ടാനൊക്കെ മാറ്റാനും നല്ലൊരു സാധനമാണ്. ഇനി ഞാൻ എൻ്റെ ഫേസ് മൊത്തത്തോടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത്രയും സൈഡ് നിങ്ങൾ കണ്ടല്ലോ, നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ട്രൈ ചെയ്യണം. ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുള്ള റിസൾട്ടാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ഫേസിൻ്റെ അകത്തുള്ള ടാനൊക്കെ പോയിട്ട് സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റൻ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 2-3 ഷെയ്ഡ് ലൈറ്റൻ ആയിട്ടുണ്ടെന്നാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് പറയണം. കാരണം എൻ്റെ ആദ്യത്തെ ഫേസ് പോലെയല്ല ഇപ്പം ഇരിക്കുന്നത്. നല്ലതായിട്ട് ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് കോഫിയുടെ ഫേസ് പാക്കാണ് കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഈ ഒരു ഫേസ് പാക്കിനെ കുറിച്ച് ഷെയർ ചെയ്തത്. മറ്റ് ഫേസ് പാക്കുകളും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഉടനെ തന്നെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നല്ല യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു റെമഡി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു ഹോം റെമഡിയാണ്. എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. Bye!